നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴേ പാലക്കാടേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാലിയേക്കര ടോൾ കഴിഞ്ഞിട്ട് മറ്റൊരു ടോൾ നമ്മുടെ ഈ ഒരു പാലക്കാട് റൂട്ട് വന്നിട്ടില്ലേ, നമ്മുടെ പന്നിയങ്കര ടോൾ പ്ലാസ. ടോൾ കൊടുക്കാതെ പോകാൻ പറ്റിയൊരു വഴി നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വഴിയിൽ നിന്ന് യാത്ര ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ലാഭം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ടോൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യാണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ വടക്കാഞ്ചേരിക്ക് എത്തും. അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴി പോയി. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കുതിരാൻ ടണലിൻ്റെ അടുത്താണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് പോണ വഴിക്കൊക്കെ കണ്ടങ്ങനെ പോകട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ടണലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രശസ്തമായ കുതിരാൻ ടണലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്ത് ഒരു പ്രശ്നം പറ്റിയത് നിങ്ങളടുത്തൊന്ന് പറയാം എന്തായാലും. അതായത് നമ്മൾ വന്ന വഴിക്ക് ഈ ലൈറ്റില്ലേ, മുകളിലത്തെ ലൈറ്റ്, ഈ സാധനം പെട്ടെന്നൊരു ഒറ്റ ഓഫായി. എല്ലാ ദൈവങ്ങളെ വിളിച്ച് ബ്രേക്ക് പിടിച്ച് ഹെഡ് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊരു പതിന്, പക്ഷേ 5 മിനിറ്റ് കൊണ്ട് സാധനം 5 മിനിറ്റ് നല്ല സെക്കൻഡ്, വിത്തിൻ സെക്കൻഡിന് സാധനം ഓണായി. അപ്പോൾ അതൊരു ഡേഞ്ചർ സംഭവം കേട്ടോ. കാരണം നമ്മളത് ഞെട്ടിപ്പോയി. എന്താ ഫുള്ള് ഇരുട്ടായി പോയി ടണൽ. അപ്പോൾ അത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ ടണലിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാണിയമ്പാറ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പഴയന്നൂർ പോകുന്ന ആ റൂട്ടിലേക്ക് നമുക്ക് കയറണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, വാണിയമ്പാറ സെൻറ്റർ കേട്ടോ. ഒട്ടുമിക്ക ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും. പള്ളി നിങ്ങൾക്ക് കാണാം. നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു പള്ളി നിങ്ങൾക്ക് കാണാം. വഴി ശ്രദ്ധിച്ചോട്ടെ. വാണിയമ്പാറ സെൻറ്ററിൽ നിന്ന് ആ പള്ളിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. അങ്ങനെ നമ്മുടെ യാത്ര നേരെ ലെഫ്റ്റ് ഈ ഒരു റൂട്ട് തന്നെ നേരെ അങ്ങോട്ട് പോകാട്ടോ. ഈ വഴി തന്നെ കുറച്ച് ദൂരം മുമ്പ് ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് നിങ്ങൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ എന്തായാലും ഞാൻ സ്ഥലം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഏകദേശം കുറച്ച് പാടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ജംഗ്ഷൻ പോലെ എത്തും. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പഴയന്നൂർ. നമുക്ക് പോകേണ്ടത് റൈറ്റിലോട്ടാണ് കേട്ടോ. റൈറ്റ് വഴി ഇങ്ങോട്ട് പിടിച്ചോ, ഒരു രക്ഷയില്ല. റൈറ്റ് വഴി നേരെ പിടിക്കുക. അപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടോട്ടോ. അതേപോലെ ഇത് ചില ഫാസ്ടാഗ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും, അതല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. കാരണം നല്ലൊരു ലാഭമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ, മറക്കണ്ട. സംഭവം അത്യാവശ്യം നല്ല വഴിയാണ്. ഇതാണ് നമ്മുടെ കണ്ണമ്പ്ര പോകുന്ന ആ ഒരു വഴി. കണ്ണമ്പ്ര റൂട്ടാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തി ചോദിക്കാതാ. അടിപൊളി പാടം, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. കാരണം അത്യാവശ്യം നല്ലൊരു നാട്ടുമ്പുറമാണ്. അപ്പോൾ എന്തായാലും ഈ വഴി എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ വാണിയമ്പാറന്ന് ലെഫ്റ്റ് പിടിക്കുക. അവിടുന്ന് വേറെ ജംഗ്ഷൻ വരുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് പഴയന്നൂർ റൈറ്റ് പിടിക്കുക. നേരെ ഈ വഴി ഇങ്ങോട്ട് പോരാട്ടോ. സംഭവം രക്ഷയില്ലാത്ത വഴിയാണ്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ വഴി വരണം എന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ ഫാസ്ടാഗ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്കുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഫാസ്ടാഗ് ഇല്ലാതെ വരുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഡബിൾ പൈസ കൊടുത്തിട്ട് നമ്മൾ അതിലെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടോളിൻ്റെ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഈ വഴി ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. റോഡ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോവാം. അപ്പോൾ ടോള് അതല്ലെങ്കിൽ ഇപ്പോൾ ടോൾ കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നാലും നമുക്ക് ഇതിലെ തന്നെ യാത്ര ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഒന്ന് അധികം വലിയ കിലോമീറ്റർ ഒന്നും ഇല്ല, ചെറിയ വ്യത്യാസം വരണല്ലോ എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് എത്തിയൊരു ഫീല് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം 2 സൈഡ് പാടം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ നമ്മുടെ കരിമ്പനകളില്ലേ, പാലക്കാടിൻ്റെ കരിമ്പനകൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് യാത്ര മനോഹരമായിട്ട് അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ ടോളിന് തൊട്ട് മുന്നുള്ള വഴിയിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ നിങ്ങൾ ഈ യാത്ര ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു പാടത്തു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പാടത്തു കൂടെയുള്ള യാത്രകൾ ആസ്വദിക്കാം. ഞങ്ങളിതിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയായത് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങളിതിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം.
ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി പോകണത്. ഈ വഴി ഇങ്ങോട്ട് തിരിയാട്ടോ. ലെഫ്റ്റ് സൈഡിലൊരു സോഡ ഫാക്ടറി ഒക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇത് വീണ്ടും പാടാണ്. മൊത്തം പാടവരമ്പത്ത് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ജംഗ്ഷനിൽ എത്തിച്ചേരും. നമുക്ക് ലെഫ്റ്റും റൈറ്റ് വഴി കാണാം. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം അങ്ങനെ വീണ്ടും ഒരു കല്ല് വിരിച്ച വഴി കൂടെ തന്നെ യാത്ര നമ്മൾ തുടരണം കേട്ടോ. നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാൽ നമുക്കും വേറെ വഴി കൂടെ നമുക്ക് ഹൈവേയിലേക്ക് കടക്കാൻ പറ്റും കേട്ടോ. അതും ലാഭകരമായിട്ടുള്ള വഴി തന്നെയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളൊരു ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. റൈറ്റിലോട്ട് എടുക്കുക. അതൊരു കല്ല് വിരിച്ച വഴിയാണ്. ആ വഴി റൈറ്റിലോട്ട് എടുത്ത് നേരെ അങ്ങോട്ട് വച്ച് പിടിച്ചോട്ടാ. അത് കഴിഞ്ഞിട്ടും വേറെ സ്ഥലത്തേക്ക് എത്തും. അത് രണ്ടും ഹൈവേയിലേക്ക് കിടക്കുന്ന വഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു യാത്ര തന്നെയാണ് ഇത് കേട്ടോ. പെട്ടെന്ന് എത്തിയ പോലെ നമുക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നമ്മളെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും റൈറ്റ് പോയാലും നമ്മൾ ഹൈവേയിലേക്ക് എത്തും. നമ്മൾ റൈറ്റ് കയറണം. അതെന്താ വെച്ചാൽ നിങ്ങൾ ടോളിൻ്റെ അവിടെ എത്തുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാലിയേക്കര, അതായത് പാലിയേക്കര അല്ല കേട്ടോ, പന്നിയങ്കര ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ നമുക്ക് ടോൾ കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പാലക്കാടൻ യാത്ര ആരംഭിക്കാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫാസ്റ്റാഗ് ഇല്ലാത്ത ഓരോ വ്യക്തികൾക്ക് വലിയ സിമ്പിളായിട്ട് യാത്ര ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം, നമ്മളാരെയും നിർബന്ധിക്കില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം നമുക്ക് ലാഭമാണ്, ഞങ്ങൾക്ക് യാത്ര ചെയ്തപ്പോൾ ലാഭമായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അടിപൊളി ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി കലക്കൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.